മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മൾ KTU BTech 2024 സ്കീം സ്റ്റുഡൻസിനുള്ള എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്റ്റില് മോഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഐഡിയേഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു തിയറി ടൈപ്പ് സബ്ജക്റ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ എഴുതി പാസ്സാവുക എന്നുള്ളതിന് ഉപരി നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് സ്വപ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഇത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഓൺട്രപ്രണർഷിപ്പില് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് is an entrepreneur should have an idea. Okay, ഒരു ഐഡിയ, സ്വന്തമായ ഒരു ഐഡിയ ഉള്ള ഒരു വ്യക്തിക്കാണ് ഒരു ഓൺട്രപ്രണർ ആയിട്ട് അത് സക്സസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ ഒരിക്കലും വേറൊരാൾ പറയുന്നു ഇന്ന ഒരു ബിസിനസ് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റും, നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആരും സക്സസ് ആയിട്ടില്ല. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഐഡിയ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് വേണം അത് ഒരു സക്സസിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ജേർണി എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഓൺട്രപ്രണറുടെ ജേർണി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഓവർകം ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയ അതൊരു ഡ്രീമായി മാറണം. ആ ഒരു ഡ്രീമെ നമ്മളെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ഐഡിയേഷൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും എന്താ പറയാ റൂട്ടിൽ വരുന്ന ഫസ്റ്റ് കാര്യമാണ് ഈ ഐഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടാവുന്നത്? നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന ഒരു ഐഡിയ ഉണ്ടാവുമോ? അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഐഡിയ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു കഥ എഴുതുന്ന പോലെ അല്ലെങ്കിൽ കവിത എഴുതുന്ന പോലെ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതല്ല. നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ആ ഐഡിയയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ സർവീസോ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഐഡിയേഷനിലുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു അവർ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ, ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് മൊബൈൽ ഫോൺ നമുക്ക് എല്ലാവർക്കും വളരെയധികം എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഇത്രയധികം സ്മാർട്ട് ഫോൺസ് ഒന്നും ആയിരുന്നില്ല യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്, അല്ലെ? നോർമൽ ഫോൺസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നോർമൽ ഫോണുകളിൽ നമുക്ക് ഒരുപാടധികം എന്താ പറയാ പ്രോബ്ലംസ് അങ്ങനെയുള്ള ആ ഫോണുകളിൽ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഓരോ ഇഷ്യൂസിനെയും റിസോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോ ഇന്ന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോണിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചുറ്റുമുള്ള ഓരോ പ്രൊഡക്ട്സിലും നമ്മൾ കാണുന്ന പ്രോഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ ഓരോന്നിലും അതിനെ അനുസരിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഇപ്പൊ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓരോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മൾ എടുക്കാം അല്ലെങ്കിൽ ഓരോ ഇലക്ട്രോണിക് അപ്ലയൻസസ് നമ്മൾ എടുക്കുക. അപ്പൊ ഫസ്റ്റ് ഒരു മോഡൽ വരും, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അതിനെ വെച്ചുകൊണ്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഐഡിയയുമായിട്ടായിരിക്കും പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ബ്രെയിൻ സ്റ്റോമിങ്. അതായത് നമ്മളിപ്പം നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിൽ നമുക്കൊരു ഐഡിയ വരുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഒരു ഐഡിയ ആയിരിക്കില്ല വർക്ക്ഔട്ട് ചെയ്യുക.
അപ്പൊ നമ്മൾ ഒരുപാട് തരത്തിൽ എങ്ങനെ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാം എന്നുള്ളത് പല തരത്തിലായിരിക്കും ആലോചിക്കുന്നത്. അതിന് നമുക്ക് ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് വേണം. കാരണം നമുക്ക് ഏതൊക്കെ തലത്തിൽ നമുക്ക്, അതായത് സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നുള്ള ഒരു ലെവലിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. എങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ ശരിയാവും, അതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിൽ നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡിയ റിഫൈൻമെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാം, പിന്നെ ബ്രെയിൻ സ്റ്റോമിങ്, ദെൻ ഐഡിയ റിഫൈൻമെന്റ്. അതായത് നമുക്കിപ്പം ബ്രെയിൻ സ്റ്റോമിങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ഐഡിയാസ് വരും, കുറേ ലിസ്റ്റ് വരാം, ഇന്ന കാര്യത്തിന് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഇട്ട് വരും. അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഐഡിയാസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ റിഫൈൻ ചെയ്ത് അതിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. നെക്സ്റ്റ് അതിന്റെ പ്രോട്ടോടൈപ്പിംഗ് ആണ്. അതായത് നമുക്കിപ്പം ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്യാം, അങ്ങനെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഒരു ഐഡിയ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കതൊരു പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വിഷ്വലൈസ് ചെയ്ത് അത് മോഡൽസ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നീടുള്ളത് അതൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആ ഐഡിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന, അതായത് നമ്മളൊരു ഐഡിയ കൊണ്ടുവരുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഡിഫറെന്റ് ടൈപ്സിലുള്ള ഐഡിയാസ് വരുന്നു, അതിൽ ഏതൊക്കെ ഫീസിബിൾ ആവും എന്ന് നോക്കുന്നു, പ്രോട്ടോടൈപ്പിലേക്ക് വരുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് വിത്ത് എക്സാമ്പിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇൻസൈറ്റ് കിട്ടും. ഓക്കെ, ഇനി ഈ ഐഡിയേഷനിൽ കുറേ അധികം സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് യൂഷ്വലി ഓർഗനൈസേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന കുറേ അധികം സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് ആണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ അവരുടെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അത് മാർക്കറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വിറ്റ് പോകുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോ അവിടെ എന്താണ്, അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് എന്തോ നമുക്ക് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വരുമ്പോ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുത്തണം. അപ്പൊ അങ്ങനെയുള്ള കേസ് വരുമ്പോ എന്താണ്, അവിടെ ഈ ഐഡിയേഷൻ വർക്ക്ഔട്ട് ചെയ്യണം. കാരണം അതിൽ എന്തെങ്കിലും നമ്മൾ റിനോവേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ഇത് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് വെക്കും. കാരണം കുറെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരവരുടെ ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്തിട്ട് ചിലപ്പോൾ അതിനകത്ത് നിന്നായിരിക്കും പുതിയൊരു ഇൻസൈറ്റ് വരുന്നത്. പിന്നെ മൈൻഡ് മാപ്പിംഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ഒരു വിഷ്വൽ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തിട്ട് കുറെ കോൺസെപ്റ്റ്സും ഐഡിയാസും കാര്യങ്ങളും ഒക്കെ പരസ്പരം കണക്ട് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഐഡിയേഷൻ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കാംപർ ടെക്നിക് എന്ന് പറയുന്നത്, സ്കാംപർ മെത്തേഡ്. അപ്പോൾ ഈ സ്കാംപർ മെത്തേഡിൽ അതിൽ ആ ഓരോ ലെറ്റേഴ്സും SCAMPER, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്, കമ്പൈൻ, അഡാപ്റ്റ്, മോഡിഫൈ, പുട്ട് ടു അനദർ യൂസ്, എലിമിനേറ്റ് ആൻഡ് റിവേഴ്സ്. ഇതാണ് സ്കാംപർ എന്ന് പറയുന്നത്, സ്കാംപർ ടെക്നിക്ക്. അതിന് സ്കാംപർ ടെക്നിക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം, സ്കാംപർ ടെക്നിക്ക്. പിന്നെ വരുന്നത് റോൾ പ്ലേ ആണ്. അതായത് ഓരോ പാർട്ടിസിപ്പൻസിനെയും നമ്മൾ എൻകറേജ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഐഡിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഐഡിയ ജനറേറ്റ് ചെയ്താൽ മാത്രം പോലെ അത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസിന്റെ പേരുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കാംപർ ടെക്നിക്കാണ്. അപ്പൊ സ്കാംപർ ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സ്കാംപർ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. സ്കാംപർ മെത്തേഡിൽ ഈ പറഞ്ഞ SCAMPER ഓരോന്ന് എന്താന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. S stands for substitute, C stands for combine, A stands for adapt, M stands for modify, P stands for put to another use, E stands for eliminate, and R stands for reverse. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ ഇതിൽ ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഒരു ഐഡിയേഷനിലേക്ക് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം.
ഓക്കെ, അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് അതിന്റെ ഒരു ആസ് എ ഡെഫിനിഷൻ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ് വൺ പാർട്ട് ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് അനദർ ദാറ്റ് വർക്ക്സ് ബെറ്റർ. അത് നമ്മൾ എപ്പോഴും എന്താണ് ഈ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐഡിയ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴല്ല. അപ്പൊ പല ഓർഗനൈസേഷനിലും കമ്പനീസിലും ഒക്കെ ചിലപ്പോൾ അവര് ഒരു പ്രോഡക്റ്റ് അവര് ചെയ്യും, പക്ഷെ ആ ഒരു പ്രോഡക്റ്റ് സക്സസ് ആവില്ല. അപ്പൊ എന്താണ്, ആ പ്രൊഡക്റ്റിന്റെ മേലെ ആയിരിക്കും വർക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് അത് ചിലപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് കൊണ്ടുവരും. അപ്പൊ അവിടെ നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വെക്കുക. അതാണ് ഫസ്റ്റത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കമ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് കമ്പോണൻസ് ടുഗദർ ടു ഇംപ്രൂവ് ദ പ്രോഡക്റ്റ്. അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റ് സക്സസ് ആവാത്തതിന്റെ കാരണം ചിലപ്പോൾ അതിലുള്ള ഏതെങ്കിലും കമ്പോണൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഡിഫറെന്റ് കമ്പോണൻസ് ഒരുമിച്ച് കൊണ്ടുവരിക അതിലേക്ക്, ദാറ്റ് ഈസ് കമ്പൈൻ. നെക്സ്റ്റ് അഡാപ്റ്റ്, അതായത് ഒരു നമ്മുടെ പ്രോഡക്റ്റിന് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടെക്നോളജിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഞാനത് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ഈസ് മോഡിഫൈ, അത് നമ്മളിപ്പോൾ ഉള്ള പ്രോഡക്റ്റിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ, ലുക്ക്, കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ദെൻ പുട്ട് ടു അനദർ യൂസ്, അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത് അതിനേക്കാൾ കൂടുതൽ അതിൽ വേറെ എന്തെങ്കിലും ഒരു യൂസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എലിമിനേറ്റ്. എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയുക, അത് എലിമിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് റിവേഴ്സ്. റിവേഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം ഒരു പ്രൊസീജിയർ ഉണ്ടാവും, നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്ത് അതിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു പ്രോസസ്സിനെ ചിലപ്പോൾ റിവേഴ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ വർക്കിങ്ങിനെ റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്, ആ പ്രോഡക്റ്റിനെയും സർവീസിനെയും ഒക്കെ അനുസരിച്ചിട്ട് അത് റിവേഴ്സ് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് പറയുക. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു പുതിയ ഐഡിയ ആയിട്ട് മാറും. ചിലപ്പോൾ ഇത്രയും മെത്തേഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രൊഡക്റ്റ് വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിന്റെ എവല്യൂഷൻ ഈ ഒരു സ്കാമ്പർ മെത്തേഡിലൂടെ നോക്കാം. ഇപ്പൊ സ്മാർട്ട് ഫോൺ എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്ന കീപാഡ് ഒക്കെ ഉള്ള നമ്മുടെ ഫോൺ അല്ലെ, അപ്പൊ കീപാഡ് അല്ലെങ്കിൽ ആ കീബോർഡ് ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോൺ, ഫിസിക്കൽ കീബോർഡ് ഒക്കെ ഉള്ള ഒരു ഫോൺ. അവിടെ നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്തുള്ള, ഇപ്പൊ നമുക്ക് മുന്നേ ഒക്കെ നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കീസ് പ്രസ് ചെയ്ത് യൂസ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ അതിൽ നിന്ന് അപ്പൊ നമുക്ക് ഇത്ര ഫാസ്റ്റ് ആയിട്ട് മെസ്സേജസ് ടൈപ്പ് ചെയ്യാനോ സെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലെ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടച്ച് സ്ക്രീൻ ടൈപ്പിലേക്ക് നമ്മളുടെ കീപാഡ് അല്ലെങ്കിൽ ആ ഒരു കീബോർഡ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡിയേഷന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സി സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, കമ്പൈൻ. നമ്മളിപ്പം മുന്നേയൊക്കെ ഇപ്പൊ നമുക്ക് സെപ്പറേറ്റ് ഡിവൈസസ് ആണ് ഓരോ കാര്യത്തിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫോൺ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന്, ഇപ്പൊ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഗാഡ്ജറ്റ് ആണ്, മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്നത് വേറൊരു ഗാഡ്ജറ്റ് ആണ്. പക്ഷെ ഇന്ന് എന്താണ്, നമ്മളുടെ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ നമുക്ക് കോൾ ചെയ്യാം, ക്യാമറ യൂസ് ചെയ്യാം, മ്യൂസിക് പ്ലെയർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളെ ഒരുമിച്ച് ഒരു ഗാഡ്ജറ്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് സ്മാർട്ട് ഫോൺ എവല്യൂഷനിൽ അതൊരു സക്സസിലേക്ക് വരാനുള്ള രണ്ടാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ ആ കമ്പൈൻ എന്ന് പറയുന്ന ഫാക്ടർ അങ്ങനെ. നെക്സ്റ്റ് അഡാപ്റ്റ്. അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ മുന്നേ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഫുൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. മൊബൈലിൽ നമ്മൾ അത് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി നമ്മൾ മുന്നേ കുറെ വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിലത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ മൊബൈലിൽ നമ്മൾ അത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ ഒരു ടെക്നോളജി നമ്മൾ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഫോർ എ. ദെൻ മോഡിഫൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് എന്താണ്, ആദ്യത്തെ സ്മാർട്ട് ഫോണുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻ ചെറിയ സ്ക്രീൻ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടും ഫോൾഡബിൾ ആയിട്ടൊക്കെ ഒരുപാട് മോഡിഫിക്കേഷനോട് കൂടി നമുക്ക് സ്ക്രീൻ വരുന്നുണ്ട്. ദെൻ പുട്ടിന് അനദർ യൂസ്. അത് നമുക്കറിയാം, മുന്നേ നമുക്ക് എന്താണ് ഫോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രൈമറിലി യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണെങ്കിലും ഇന്ന് സ്മാർട്ട് ഫോൺ കൊണ്ട് അതാണോ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്, ഒരുപാട് യൂസസ് നമ്മൾ അതിൽ അല്ലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എലിമിനേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പഴയ ഫോൺ ഉണ്ടല്ലോ, വയർലെസ് ഫോണിലാണെങ്കിൽ തന്നെ അതിൽ ആന്റിനയോട് കൂടിയുള്ള ഫോൺ ഉണ്ടാവും.
അങ്ങനെയുള്ള ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് ഫസ്റ്റ് റിമൂവ് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ റിമൂവ് ചെയ്തു. പിന്നെ നമ്മളിപ്പോ ഹെഡ്സെറ്റ് നമുക്ക് വയേർഡ് ആയിട്ടുള്ളതായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി നമ്മൾ ഇയർബഡ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആ ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതിന്റെയൊക്കെ യൂസ് അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോ ഫിക്സഡ് ക്യാമറ പൊസിഷൻ, നമ്മള് ഫോണിന്റെ ബാക്കിൽ വരുന്ന, പക്ഷെ ഇപ്പൊ അതല്ലാതെ നമുക്ക് എന്താണ് പോപ്പപ്പിൽ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് അണ്ടർ ഡിസ്പ്ലേ ക്യാമറാസ്, അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു റിവേഴ്സ് ടെക്നോളജി കൂടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ സ്മാർട്ട് ഫോൺ എവല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സ്കാമ്പർ ടെക്നിക്ക് ഫുൾ ആയിട്ട് അതിൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ അത് വിത്ത് ഒരു എക്സാമ്പിൾ ആകുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി അടുത്തൊരു ടോപ്പിക് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.